നബി തങ്ങളൊരു 10-13 വർഷം മക്കയിൽ പ്രബോധനം നടത്തി മദീനയിലേക്ക് പോയി. അവിടെ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയത് സ്നേഹം പ്രചരിപ്പിക്കലായിരുന്നു, സമാധാനം പ്രചരിപ്പിക്കലായിരുന്നു. ആദ്യം തന്നെ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു സമുദായത്തെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിന്റെ തലോടലുകൾ കൊണ്ട് ഒന്നിപ്പിക്കാനും കൂട്ടിയോജിപ്പിക്കാനുമാണ് ശ്രമിച്ചത്, അകറ്റി നിർത്താനല്ല. എന്നാൽ ഇന്ത്യ രാജ്യമടക്കമുള്ള രാജ്യത്തേക്ക് അധിനിവേശ ശക്തികൾ കടന്നു വന്നപ്പോൾ അവരെന്താ ചെയ്തത്? ഇവിടെ അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിക്കുക, ഭരിക്കുക എന്ന ഒരു തത്വശാസ്ത്രമാണ്, എന്ന ഒരു സംഹിതയാണ് അവരുപയോഗിച്ചത്. ഭിന്നിപ്പിക്കുക, ഭരിക്കുക, മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിക്കുക, എന്നിട്ട് ഇവിടെ ഭരിക്കുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെങ്കിൽ ഔസിനെ വേറെ, ഖസ്റജുകളെ വേറെ, ക്രൈസ്തവരെ വേറെ, ജൂതന്മാരെ വേറെ, ബഹുദൈവ വിശ്വാസികളെ വേറെ, ഇങ്ങനെ ഓരോ മതങ്ങളെയും ഗോത്രങ്ങളെയും ഭിന്നിപ്പിച്ച് മദീനയിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് ആളുകളെ വെച്ച് ആ മദീനയെ ഭരിക്കാമായിരുന്നു. പക്ഷേ ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പോയി ആദ്യമായി ചെയ്തത് അഫ്ഷുസ്സലാം, നിങ്ങൾ സമാധാനത്തെ വ്യാപിപ്പിക്കണം, സമാധാനം പ്രചരിപ്പിക്കണം, സ്നേഹത്തെ നിങ്ങൾ പ്രചരിപ്പിക്കണം. നബി തങ്ങൾ ചോദിച്ചു, അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞത്, ബലാ യാ റസൂലല്ലാഹ്, പറയൂ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മദീന ചാർട്ടർ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ പ്രശസ്തമായ ഒരു ഭരണ സംവിധാനമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുണ്ട് ഭരണ സംവിധാനങ്ങൾ, അല്ലേ? നമ്മൾക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയെക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതരെയും ക്രൈസ്തവരെയും അവിടെയുള്ള എല്ലാ വിശ്വാസികളെയും ഒരുമിച്ച് കൂട്ടി. മദീന എന്ന രാജ്യം ഒന്നാണ്. ഈ മദീന നിങ്ങളുടെ വീട് പോലെയാണ്, നിങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. ഒരു ജൂതന് പോലും ഈ മദീനയിലുള്ളവരെ നോവിക്കാൻ പാടില്ല. ജൂതനെ നോവിച്ചാൽ മുസ്ലിമീങ്ങൾ അടങ്ങിയിരിക്കാനും പാടില്ല. മദീനക്കാരെല്ലാവരും ഒന്നാണ്. ജൂതനായാലും ക്രൈസ്തവനായാലും മുസ്ലിമായാലും ഏതു ഗോത്രങ്ങളായാലും പുറത്തുനിന്ന് ആര് മദീനക്കാരനെ ആക്രമിക്കാൻ വന്നാലും മദീനക്കാർ ഒന്നാവണമെന്നാണ് മദീന ചാർട്ടറിൽ അള്ളാഹുവിന്റെ ഹബീബ് ആദ്യമായി അവർക്ക് നൽകുന്ന നിർദ്ദേശം അതായിരുന്നു. ജൂതന്മാർ പുറത്തുനിന്നുള്ള ആളുകളെ കൂട്ടി മദീനയെ ആക്രമിക്കാൻ പാടില്ല. ഇനി ജൂതന്മാരായ സൈന്യം തന്നെ മദീനയെ ആക്രമിക്കാൻ വന്നാൽ മദീനയിലുള്ള ജൂതന്മാർ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാ നിൽക്കേണ്ടത്. മറ്റുള്ള മതങ്ങൾ മദീനയെ ആക്രമിക്കാൻ വന്നാൽ മദീനയിലുള്ള ക്രൈസ്തവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാ നിൽക്കേണ്ടത്. മുസ്ലിമീങ്ങളായാലും ആരെങ്കിലും ജൂതന്മാരെ ആക്രമിക്കാൻ വന്നാൽ അവർ ജൂതന്മാരെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ പാടില്ല. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ പോയി എല്ലാവരെയും ഏകീകരിക്കുകയാ ചെയ്തത്, ഒന്നിപ്പിക്കുകയാ ചെയ്തത്. എന്നിട്ട് അവരോടാ പറഞ്ഞത്, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം, നിങ്ങൾ സമാധാനം പറയണം ജനങ്ങളോട്. സ്നേഹമാണ് കൈമാറേണ്ടത്, സമാധാനമാണ് കൈമാറേണ്ടത്, പരസ്പരം സന്തോഷമാണ് കൈമാറേണ്ടത്. ആദ്യമായി അവരുടെ സ്വഭാവത്തെ സംസ്കരിക്കാനാ തയ്യാറായത്. ഇവിടെ ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച ഒരു ആയത്തുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ മഹ്ശറാ ലോകത്തെത്തിയാൽ നമ്മുടെ സമ്പാദ്യങ്ങളോ നമ്മുടെ സന്താനങ്ങളോ നമ്മൾക്ക് ഉപകരിക്കാത്ത ഒരു കാലം വരാനുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടുന്നവർ ഒരേ ഒരു വിഭാഗം ആളുകൾ മാത്രമായിരിക്കും. ശ്രദ്ധിക്കണേ, നിസ്കാരക്കാരല്ല അവിടെ രക്ഷപ്പെടുന്നത്, നോമ്പുകാരല്ല അവിടെ രക്ഷപ്പെടുന്നത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ
ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ സന്മനസ്സുള്ള ഹൃദയമുള്ള ആളുകൾ, സന്മനസ്സുള്ള ആളുകൾ മാത്രമേ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നാണ് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. ഒരു നിസ്കാരക്കാരൻ, അയാൾക്ക് സന്മനസ്സില്ല, അയാൾ സ്വർഗത്തിലെത്തൂല. ഒരു നോമ്പുകാരൻ, അയാളുടെ ഹൃദയത്തിൽ സംശുദ്ധിയില്ല, അയാളും നാളെ സ്വർഗത്തിലെത്തൂല. നിരന്തരമായി ഹജ്ജിന് പോകുന്ന ഒരാൾ, അയാൾ നിരന്തരമായി ഖൽബിൽ വെറുപ്പും കുറുമ്പുമെല്ലാം വെച്ചു നടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കും അല്ലാഹു നാളെ സ്വർഗം നൽകാൻ പോകുന്നില്ല. ആദ്യമായി മദീനക്കാരെ മാനസികമായി ഇണക്കുകയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. പിന്നെയോ സാമ്പത്തികമായ ഭദ്രത. അതെങ്ങനെയാ ചെയ്തത്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആദ്യമായി സ്നേഹം കൊണ്ട് ജനങ്ങളെ മാനസികമായി ഇണക്കി. എന്നിട്ട് നബി തങ്ങൾ അവരോട് പറഞ്ഞു, തദ്ഖുലുൽ ജന്ന ബിസലാം. നിങ്ങൾ സ്നേഹം കൊണ്ട് പരസ്പരം ഇണങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമെന്ന്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, സാമ്പത്തികമായൊരു ബാലൻസ്. ഇവിടെ ദരിദ്രരുണ്ടാവാൻ പാടില്ല, ഇവരെ പട്ടിണി കിടക്കുന്നവരുണ്ടാവാൻ പാടില്ല, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം നൽകണം. അവിടെ മതം നോക്കാൻ പാടില്ല, അവിടെ വർഗം നോക്കാൻ പാടില്ല, ജാതി നോക്കാൻ പാടില്ല, കുടുംബം നോക്കാൻ പാടില്ല. നിങ്ങൾ പാവപ്പെട്ടവൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒട്ടിക്കിടക്കുന്നവന്, വേറൊട്ടിക്കിടക്കുന്നവന്, ദരിദ്രരായ ആളുകൾക്ക് സാമ്പത്തികമായ സഹായം നൽകിയാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മൂന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് വസിലുൽ റഹാം, കുടുംബബന്ധം നിങ്ങൾ ചേർക്കണമെന്നാ പറഞ്ഞത്. കുടുംബബന്ധം ചേർക്കണം. ഒരു കുടുംബം നന്നായാലാണ് ഒരു നാട് നന്നാവുന്നത്. ഒരു നാട് നന്നാകുമ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുന്നത്. എപിജെ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടുണ്ട്, when there is righteousness in the heart, there is എവിടെയാണ് സത്യസന്ധതയുള്ളത്, ആ സത്യസന്ധതയുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ടാകും? സ്വഭാവത്തിലൊരു ശുദ്ധിയുണ്ടാകും, ഭംഗിയുണ്ടാകും. സത്യസന്ധതയുണ്ടെങ്കിലേ സ്വഭാവത്തിൽ ഭംഗിയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്വഭാവ ശുദ്ധിയുള്ള ആളുകൾക്ക് എന്തുണ്ടാകും? ഒരാളുടെ സ്വഭാവത്തിൽ ബ്യൂട്ടി ഉണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകും, ഹാർമണി ഇൻ ഹിസ് ഹോം. അവന്റെ വീട്ടിലൊരു സമാധാനം ഉണ്ടാകും. അങ്ങനെ വീട്ടിൽ സമാധാനം ഉണ്ടാകുമ്പോഴാണ് ലോകത്തിനൊരു ഓർഡർ ഉണ്ടാകുന്നത്. ഓർഡർ ഇൻ നാഷൻ, ലോകത്തൊരു രാജ്യത്ത് ഒരു ഓർഡർ ഉണ്ടാകുന്നത്. ഈ ഒരു ഓർഡർ ഉണ്ടാകുമ്പോഴാണ് പീസ് ഇൻ ദ വേൾഡ്, ലോകം മുഴുവനും സമാധാനം ഉണ്ടാകുന്നത്. അപ്പൊ ലോകത്ത് സമാധാനം ഉണ്ടാവാൻ ആദ്യം വേണ്ടത് സത്യസന്ധമായ ഹൃദയമാണ്. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചില്ലേ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ ഹൃദയമുള്ള ആളുകൾക്ക് അല്ലാഹു നാളെ സ്വർഗം നൽകുള്ളൂ എന്ന് പറഞ്ഞില്ലേ മുഅ്മിനീങ്ങളെ? അതാണ് ഇവിടെ പറയുന്നത്. സത്യസന്ധതയുണ്ടെങ്കിൽ, ഓരോ മനുഷ്യന്റെ ഖൽബിലും സത്യസന്ധതയുണ്ടെങ്കിലേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആ പുഞ്ചിരി, കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. മുഖം നോക്കി ചിരിക്കുന്നവർ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ശക്തമായ വൈരാഗ്യമാണ്. കൈ കൊടുക്കുന്നുണ്ട്, മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ അകത്തളങ്ങളിൽ വൈരാഗ്യമാണ് പലരും വെച്ചു പുലർത്തുന്നത്. മുഖം അതല്ല, മുഖത്തുള്ള പ്രകടനമല്ല അയാളുടെ ഖൽബിലുള്ളത്. അകത്ത് കത്തി പുറത്ത് പത്തി എന്ന് പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും ഹൃദയശുദ്ധിയുള്ളവരാകുമ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുന്നത്. ആ ഹൃദയശുദ്ധിയാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു ഹൃദയശുദ്ധിയാണ്. പിന്നെയാണ് സാമ്പത്തികമായ ഒരു ബാലൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെ. പിന്നെയാണ് നബി തങ്ങള് സിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. നിങ്ങൾ അയൽവാസിയും, കുടുംബക്കാരനായ ഒരു അയൽവാസിയുണ്ട്, കുടുംബക്കാരനല്ലാത്തൊരു അയൽവാസിയുണ്ട്. രണ്ടുപേരും പട്ടിണിയാണെങ്കിൽ നിങ്ങൾ ആദ്യം സഹായിക്കേണ്ടത് കുടുംബക്കാരനായ അയൽവാസിയാണ്, പിന്നെയാണ് കുടുംബക്കാരനല്ലാത്ത അയൽവാസി. ഇപ്പൊ കുടുംബത്തിനാണ് പ്രധാനം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സാമ്പത്തികമായി മറ്റൊരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി പരിഗണിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയാണ്. ഒരു വർഷത്തിൽ വലിയ സക്കാത്തിന്റെ മുതൽ കൊടുക്കാറുണ്ട്.
ഓരോ സ്ഥാപനങ്ങളിലോ കോളേജുകളിലോ പാവപ്പെട്ട നാടുകളിൽ പോയി കൊടുക്കുന്നതിന് പകരം എന്റെ കുടുംബത്തിൽ സക്കാത്തിന് അവകാശികളായ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് അവരുടെ കൈകളിലേക്കാണ് നമ്മുടെ സക്കാത്തിന്റെ മുതൽ നമ്മൾ ആദ്യമായി കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാ കുടുംബങ്ങളും തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ദരിദ്രരുണ്ടാകുമോ മുഅ്മിനീങ്ങളെ? ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമോ? നമ്മൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി പല നാടുകളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി നമ്മുടെ സക്കാത്തിന്റെ മുതലുകൾ കൊടുക്കുമ്പോ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ വരെ പട്ടിണി കിടക്കുന്നുണ്ടാകും, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. കടക്കാർക്ക് സക്കാത്ത് കൊടുക്കാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള ആളുകൾ. അങ്ങനെ എല്ലാ കുടുംബവും സ്വന്തം കുടുംബത്തെ മാന്യമായ നിലയിൽ നിലനിർത്താൻ ശ്രമിച്ചാൽ ലോകത്ത് സമാധാനമുണ്ടാകും, സാമ്പത്തികമായ സന്തുലിതാവസ്ഥയുണ്ടാകും. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിലേക്ക് വളരെ എളുപ്പമായി നിങ്ങൾ പ്രവേശിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഇതൊക്കെ മാനുഷികമായ പരിഗണനയാണ്. സാമൂഹികമായി ജീവിക്കുന്ന മനുഷ്യന്മാർ അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിതത്തിലും പകർത്തേണ്ട വിഷയങ്ങളാണ്. ഇതിലൊന്നും അള്ളാഹുവിനില്ല അല്ലെ? നമ്മൾ സ്നേഹം പങ്കിടുന്നതിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് എവിടെ? നമ്മൾ പരസ്പരം സ്നേഹം കൈമാറണം, സലാം പറയണം. ഇതിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് എവിടെ? രണ്ടാമതായി പറഞ്ഞത് പരസ്പരം ഭക്ഷണം കൈമാറണം. ഇതിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് എവിടെ? മൂന്നാമതായി പറഞ്ഞു നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. ഇതിലും അള്ളാഹുവിനുള്ള ഇബാദത്ത് എവിടെ? നാലാമതായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഉസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതാണ് അള്ളാഹുവിനുള്ളത്, അതാണ് അള്ളാഹുമായിട്ടുള്ള ഇബാദത്ത്. സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരാരും കാണാതെ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഭാര്യ കണ്ടില്ല, കുടുംബങ്ങൾ കണ്ടില്ല, മക്കൾ കണ്ടില്ല, ആരും കണ്ടില്ല. അങ്ങനെ മഹാന്മാരൊക്കെ ചെയ്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാത്രിയായാൽ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങും. എന്നിട്ട് ഭാര്യ കിടന്നുറങ്ങി എന്നുറപ്പിച്ചാൽ ഭാര്യ അറിയാതെ ബെഡിൽ നിന്ന് എണീറ്റ് വുളൂ ചെയ്ത് നിസ്കരിക്കാൻ തുടങ്ങുന്നവർ. എന്നിട്ട് എന്താ ചെയ്യുക? ഭാര്യ എണീക്കുന്നത് വരെ നിസ്കരിക്കും. സുബഹയുടെ തൊട്ടു മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഭാര്യയുടെ കൂടെ തൊട്ടടുത്ത് ഇങ്ങനെ കിടന്നുറങ്ങും. എന്നിട്ട് സുബഹിക്ക് മുമ്പ് ഭാര്യ വിളിക്കും, ദേഹവും കൂടെ എണീക്കും ഭാര്യയുടെ കൂടെ. ഭാര്യ എന്താ വിചാരിക്ക? എന്റെ കൂടെ കിടന്നുറങ്ങിയിരുന്നു, തഹജ്ജുദ് നിസ്കാരത്തിനാണ് എന്റെ ഭർത്താവ് എണീറ്റത് എന്ന് ഭാര്യ ചിന്തിക്കുന്നുണ്ട്, ഭാര്യ വിചാരിക്കുന്നുണ്ട്. ഭാര്യ പോലും അറിയാതെ വർഷങ്ങളോളം രാത്രി ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങി, ഭാര്യ ഉറങ്ങിയപ്പോൾ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച മഹാന്മാരുണ്ട് നമ്മുടെ മുമ്പിൽ, നമ്മുടെ മുൻഗാമികൾ. ഞാൻ പറയുന്നത് സ്വല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആരും കാണാത്ത ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ആരും അറിയാത്ത നന്മകൾ. ഭാര്യ പോലും അറിയാൻ പാടില്ല, കുടുംബക്കാരറിയാൻ പാടില്ല. പിന്നെ ആരാ അറിയേണ്ടത്? നാമും നമ്മുടെ റബ്ബുമല്ലാതെ വേറെ ഒരാളും അറിയാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നന്മ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ നന്മ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് രഹസ്യമായ അമലുകൾ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുമെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് രഹസ്യമായ അമലുകൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബീഅ അമലുൻ ഖബീഅ, രഹസ്യമായ അമലുകൾ. രഹസ്യം എന്ന് പറഞ്ഞാൽ ഭാര്യ പോലും അറിയാത്ത, നാമും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന നന്മകൾ നിങ്ങൾക്ക് ചെയ്തു കൂട്ടാൻ പറ്റുമെങ്കിൽ ഒരുപാട് ചെയ്തു കൂട്ടണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അത് ചെയ്യാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുകൾ വരുമ്പോൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എന്താ ബക്കറ്റിലിടാറുള്ളത്? 10 രൂപയല്ലേ? ആ 10 രൂപ മാറ്റി അതിലേക്ക് ഒരു 10,000 ഇട്ടു നോക്ക്. ആരും അറിയണ്ട, അല്ലാഹുവല്ലാതെ വേറെ ഒരാളും അറിയില്ലല്ലോ. അല്ലാഹുവല്ലാതെ വേറെ ഒരാളും അറിയില്ല. ബക്കറ്റ് കൊണ്ടുവന്നവൻ പോലും അറിയില്ല നിങ്ങൾ എത്രയാണ് ഇട്ടത് എന്ന്. പല സ്ഥലത്തും വഅദിന് പോയാൽ
ആയാൽ സംഘാടകരെന്ത് ചെയ്യും? സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുപോകും. പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് മുസാഫഹത്താണ്. എന്തിനായി മുസാഫഹത്ത്? ബക്കറ്റ് കൊടുത്താ പോരെ? എന്താ സംഘാടകർ മുസാഫഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ബക്കറ്റായാൽ 10 രൂപയെ ഇടുള്ളൂ, എന്നാ മുസാഫഹത്തായാൽ ഒരു 100 കൊണ്ടുവരുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. ഉസ്താദിന്റെ കയ്യിൽ എങ്ങനെയാ 10 കൊടുക്കുക, ഒരു 100 കൊടുക്കണ്ടേ എന്നുള്ള ചിന്തയാണ്. അവിടെ തന്നെ നമ്മുടെ നിയ്യത്ത് നമ്മൾ ആലോചിക്കുക. ബക്കറ്റാകുമ്പോൾ 10, ഉസ്താദിന്റെ കയ്യിലാകുമ്പോൾ 100. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ബക്കറ്റിൽ ഇടുന്നത് ആരും കാണൂല, ആരും അറിയൂല, എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഉസ്താദിന്റെ കയ്യിൽ എങ്ങനെയാ 10 കൊടുക്കും? ഉസ്താദ് കാണൂലേ? അതൊരു മോശമല്ലേ? അവിടെ നിന്ന് തുടങ്ങണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങളൊരു 10,000 രൂപ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റിലേക്കിട്ട് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞില്ല, നിങ്ങളുടെ കുടുംബം അറിഞ്ഞില്ല, നിങ്ങളുടെ അയൽവാസികളോ നിങ്ങളുടെ ചങ്ങാതിമാരോ അറിഞ്ഞില്ല. ആ സ്വതക കൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. ആ സ്വതകയായിരിക്കും നാളെ ഖാരക്കയുടെ ഒരു കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ വീഴാതെ രക്ഷപ്പെടണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ഒരു ഉമ്മ വന്നു കരഞ്ഞുകൊണ്ട്. ഉമ്മയുടെ കൂടെ 2 കുട്ടികളുണ്ട്. ആ കുട്ടികളും കരയുന്നുണ്ട്. അവർ പട്ടിണിയിലാണ്, അവർ വിശപ്പിലാണ്. ആയിഷ ബീവിയോട് ചോദിച്ചു, വല്ലതും കഴിക്കാൻ തരുമോ എന്ന്. ആയിഷ ബീവി അകത്തുപോയി. അകത്ത് 3 ഈത്തപ്പഴമല്ലാതെ വേറൊന്നും കൊടുക്കാനില്ല. നബി തങ്ങളുടെ വീട് അങ്ങനെയായിരുന്നല്ലോ. 2 മാസക്കാലം ഈത്തപ്പഴവും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട ഭാര്യമാരും ജീവിച്ചിട്ടുണ്ടല്ലോ. ഈത്തപ്പഴമല്ലാതെ വേറെ ഒന്നുമില്ല. ഈത്തപ്പഴം തന്നെ ധാരാളമില്ല. ഈത്തപ്പഴം തന്നെ ധാരാളമില്ല. ആകെയുള്ളത് 3 ഈത്തപ്പഴമാണ്. ആ 3 ഈത്തപ്പഴം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഈ വന്ന ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ഉമ്മ എന്ത് ചെയ്തു? ഒരു ഈത്തപ്പഴം ഇപ്പുറത്തുള്ള കുട്ടിക്ക്, മറ്റേ ഈത്തപ്പഴം ഇപ്പുറത്തുള്ള കുട്ടിക്ക്. ഒരു ഈത്തപ്പഴം എന്നിട്ട് കയ്യിൽ പിടിച്ച് തിന്നാൻ നിൽക്കുമ്പോ ആ 2 കുട്ടികളും തന്റെ കയ്യിൽ കിട്ടിയ ഈത്തപ്പഴം തിന്നുകഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഉമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഉമ്മയുടെ മുമ്പിലേക്ക് കൈ നീട്ടിയപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം കഴിക്കാതെ അത് 2 കഷ്ണമാക്കി. ഇപ്പുറത്തുള്ള കുട്ടിക്കൊരു കഷ്ണം, ഇപ്പുറത്തുള്ളൊരു കുട്ടിക്കൊരു കഷ്ണം. അങ്ങനെ 2 പേർക്കും 1.5 ഈത്തപ്പഴം കിട്ടി. ഉമ്മയ്ക്കാണെങ്കിൽ ഒരു ഈത്തപ്പഴം പോലും കിട്ടിയില്ല. ഉമ്മയും പട്ടിണിയാണ്. കരഞ്ഞുകൊണ്ട് കൈകൾ നീട്ടുന്ന ആ പിഞ്ചോമന മക്കളുടെ കൈകളിലേക്ക് കൊടുത്ത ഈത്തപ്പഴത്തിന്റെ കഷ്ണമാണ്. ഖാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. സത്യത്തിൽ ഈത്തപ്പഴം ഈ ഉമ്മയുടേതല്ല, പിന്നാരുടേതാ? ആയിഷ ബീവിയുടേതാണ്. വേറെ ആരോ കൊടുത്ത ഈത്തപ്പഴം, അതിന്റെ ഒരു കഷ്ണം 2 മക്കൾക്ക് കൊടുത്തതിന്റെ പേരിൽ ഈ ഉമ്മയെ അല്ലാഹു നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ആയിഷ ബീവിയോട് പിന്നെ പറഞ്ഞില്ലേ അത്? ആയിഷ ബീവി വേദനയോടെ നബി തങ്ങളോട് ഈ വിഷയം പങ്കുവച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഈ മക്കൾ കാരണത്താൽ അല്ലാഹു ആ സഹോദരിക്ക് നാളെ പാരത്രിക ലോകത്ത് വിജയം നൽകുമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ ഒരു കഷ്ണം ഈത്തപ്പഴം കൊടുത്തു, അതും സ്വന്തം ഈത്തപ്പഴമല്ല. അപ്പൊ നിങ്ങൾ എത്ര കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ വരുമാനത്തിന്റെ സ്രോതസ് അനുസരിച്ചാണ്, നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ വരുമാനം അനുസരിച്ചാണ്. ഈ ഉമ്മയുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് ഒരു ഈത്തപ്പഴം. അത് കഴിക്കാതെ 2 കഷ്ണമാക്കി 2 മക്കൾക്ക് കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു ആ ഉമ്മയെ നരകത്തിൽ നിന്ന് തടഞ്ഞുവെങ്കിൽ എന്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹു അല്ലാതെ വേറെ ഒരാളും അറിയാത്ത സദഖകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മൾക്ക് കാവൽ നൽകും. വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വർഷത്തിൽ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖം, ഒരിക്കലും സുഖപ്പെടാറില്ലാത്ത 4th സ്റ്റേജിലും 3rd സ്റ്റേജിലും പൊട്ടുപോകുന്ന മാരകമായ അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ കൊടുത്ത സ്വതക്കകൾ കാരണത്താൽ അള്ളാഹു നമ്മൾക്ക് ആ രോഗത്തെ തന്നെ മാറ്റിക്കളയുമെന്നാണ്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖലാഇനെ, അള്ളാഹുവിന്റെ തീരുമാനത്തെ 2 ആളുകൾക്കേ മാറ്റാൻ കഴിയുള്ളൂ.
ഏതാ രണ്ടാളുകൾ? ഒന്ന് സ്വതക്കയാണ്, രണ്ട് ദുആ ആണ്. ഈ സ്വതക്കയും ഈ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ആകാശലോകങ്ങളിൽ അള്ളാഹുവിന്റെ തീരുമാനവുമായി മൽപ്പിടുത്തം വരെ നടത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ മൽപ്പിടുത്തം വരെ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണ്. 4 വയസ്സിൽ നിങ്ങളുടെ കാല് മുറിഞ്ഞു പോകണമെന്ന് എന്റെ കുടുംബത്തിൽ ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടി, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, പെട്ടെന്ന് എന്തോ ഒരു അസുഖം കാരണത്താൽ, വയറിലുള്ള വേദന കാരണത്താൽ ഹോസ്പിറ്റലിൽ പോയി. വേറെ ഓപ്പറേഷൻ നടന്നു. എന്നിട്ട് സുഖപ്പെടാതെ കാലും കൂടി മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്, ചെറിയ കുട്ടിയാണ്, 14ാമത്തെ വയസ്സിൽ കാല് മുറിച്ചു മാറ്റപ്പെടേണ്ട അവസ്ഥ. അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ, അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. ഇതേപോലെ നമ്മുടെ ഭാവി ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാരകമായ പ്രയാസങ്ങളെ, സഹിക്കാൻ കഴിയാത്ത പ്രാരാബ്ദങ്ങളെ അള്ളാഹുവിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ, ആർക്കും വേണ്ടാത്ത സംഖ്യയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആർക്കും വേണ്ടാത്ത സംഖ്യയല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവണം. അങ്ങനെ ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു തആല വരാനിരിക്കുന്ന ശർറായ ഖളായിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത്. എന്തൊക്കെയാവാം? അപകടങ്ങളാവാം, അസുഖങ്ങളാവാം, നമ്മുടെ മക്കളെ മരിച്ചു പോവുക. ഒരു സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വഅദിന് പോയപ്പോ ഒരു വീട്ടിലെ 2 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, പുഴയിൽ മുങ്ങി മരിച്ചത്. ആ ഉമ്മയുടെ വേർപാടിന്റെ വേദന, ആ ഉമ്മയുടെ ടെൻഷൻ, ആ ഉമ്മയുടെ ദുഃഖം എന്ന് തീരാനാണ്. അല്ലാഹു ആ ഉമ്മയ്ക്ക് സമാധാനം നൽകട്ടെ, നല്ലൊരു പകരം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു പിതാവിനാണ്, ഏതൊരു മാതാവിനാണ് സ്വന്തം മക്കളുടെ മരണം സഹിക്കാൻ കഴിയുക? സ്വന്തം ഭാര്യയുടെ മരണം, പിതാവിന്റെ മരണം, മാതാവിന്റെ മരണം, ഇതൊക്കെ നമ്മൾക്ക് താങ്ങാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയുള്ള അപകടങ്ങൾ സഹിക്കാൻ കഴിയാത്ത, കേൾക്കാൻ തന്നെ പേടി തോന്നുന്ന, വിഷമം തോന്നുന്ന വാർത്തകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ശർറായ ഖളായിൽ നിന്ന് അല്ലാഹുവേ എന്നെ നീ സലാമത്താക്കണേ എന്ന് പറഞ്ഞ് രഹസ്യമായി നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ കാരണത്താൽ, ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വല്ലൂ ബില്ലൈൽ വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ ആരും കാണാതെ, ആരും അറിയാതെ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്ന ബിസലാം, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നമ്മുടെ ഖൽബിനെ ശുദ്ധിയാക്കലാണ്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനുള്ള സത്യസന്ധമായ ഒരു മനസ്സുണ്ടാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മൾക്ക് ഓരോ ആളുകളുടെ പ്രയാസം അറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾക്കുണ്ടാവുക. പിന്നെ നമ്മുടെ കുടുംബങ്ങളുടെ കാര്യം നമ്മൾ നന്നായി കെയർ ചെയ്യുക. പിന്നെ നമ്മുടെ പേഴ്സണൽ നിസ്കാരവും ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം വിഷയമാണ് ആദ്യം ഒരു നാട്, ഒരു രാജ്യം, ഇസ്ലാമിക പൈതൃകം ലോകം മുഴുവനും പ്രചരിപ്പിക്കാനുള്ള മദീനയിൽ പോയിട്ട് നബി തങ്ങൾ നൽകിയ ആദ്യത്തെ സന്ദേശം ഇതായിരുന്നു. പരിശുദ്ധ ഇസ്ലാം ഇൽമിന് വേണ്ടി ഒരുപാട് പ്രാധാന്യം നൽകിയ മതമാണ്. ഇൽമ് പഠിക്കാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച മതമാണ്. ഇസ്ലാം പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീള. ഇൽമ് പഠിക്കൽ മുസ്ലിമായ ആണിനും മുസ്ലിമായ പെണ്ണിനും നിർബന്ധമാണ്. ഓരോ മുസ്ലിമായ പെണ്ണിനും മുസ്ലിമായ ആൺകുട്ടിക്കും ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്. ഇൽമ് എന്ന് പറയുമ്പോൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഇൽമ് മാത്രമല്ല ഇൽമു എന്ന് പറയുന്നത്. സ്കൂളിൽ നിന്ന് പഠിക്കുന്നതും ഇൽമു തന്നെയാണ്. നിങ്ങൾ ബയോളജി പഠിക്കുകയാണെങ്കിലും, ഫിസിക്സ് ആണെങ്കിലും, കെമിസ്ട്രി ആണെങ്കിലും, സോഷ്യോളജി ആണെങ്കിലും, സൈക്കോളജി ആണെങ്കിലും, എന്ത് എക്കണോമിക്സ് ആണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് ഇൽമാണ് മുഅ്മിനീങ്ങളെ. ഈ അടുത്ത കാലത്താണ് മതം വേറെ ഭൗതികം വേറെയായത്. ഈ അടുത്ത കാലത്താണ് 1921 മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ചു നോക്കുമ്പോ മഹാനായ ആലി മുസ്ലിയാരുടെ ദർസിൽ
മതവും ഭൗതികവുമെല്ലാം സമന്വയിപ്പിച്ച് പഠിപ്പിച്ചിരുന്നു എന്നും ഒരുപാട് ഭാഷകൾ വരെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അലി മുസ്ലിയാരുടെ ദർസിൽ 1921 ഭൗതിക വിദ്യാഭ്യാസം വരെ അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം നൽകാറുണ്ടായിരുന്നു. ഒരുപാട് ഭാഷകൾ അദ്ദേഹം കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. പിന്നിങ്ങോട്ടാണ് ഉസ്താദുമാർ വേറെ, ബഹുഭാഷ അതല്ലെങ്കിൽ പണ്ഡിതന്മാർ വേറെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അഭ്യസ്ത വിദ്യന്മാർ വേറെ, മതം വേറെ ഭൗതികം വേറെ എന്ന ഒരു കണക്കിലേക്ക് നമ്മുടെ ഇൽമുകൾ മാറിയത്. ഇൽമ് നിങ്ങൾ തിരിഞ്ഞു പോകണം. ഏത് മുതൽ 600 മുതൽ 1200 വരെയുള്ള ഇസ്ലാമിക പൈതൃകം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുമ്പേ മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുന്ന സമയത്ത് മഹാന്മാരായ മലക്കുകൾ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തിനാണ് റബ്ബേ ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് റബ്ബേ ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? മലക്കുകൾ. ഞങ്ങൾ തന്നെ ആരാധിച്ചാൽ പോരെ. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു, അല്ലാഹ് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, എന്തിനാണ് പടച്ചോനെ ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്നവരെ, കുഴപ്പമുണ്ടാക്കുന്നവരെ, കൊല വിളിക്കുന്നവരെ എന്തിനാണ് റബ്ബേ നീ സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ തന്നെ പോരെ ഇബാദത്ത് ചെയ്യാൻ. ഹുമുൽ ഖൗം, ആരാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ധിക്കരിക്കാത്തവരാണ്, അതിനെതിരെ പ്രവർത്തിക്കാത്തവരാണ് മലക്കുകൾ. അവർക്ക് തിന്നാനില്ല, അവർക്ക് കുടിക്കാനില്ല, അവർക്ക് ശാരീരികമായ മറ്റു ആവശ്യങ്ങൾ നിറവേറ്റാനില്ല, ഉറക്കില്ല, അവർക്ക് ഊണില്ല. സദാസമയവും നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, അല്ലാഹുവേ ഞങ്ങൾ നിന്നെ ആരാധിച്ചാൽ പോരെ, ഞങ്ങൾ ദിക്ർ ചൊല്ലിയാൽ പോരെ, ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിയാൽ പോരെ, ഞങ്ങൾ തന്നെ വേണ്ടുവോളം നിന്നെ വാഴ്ത്താനും നിന്നെ സ്തുതിക്കാനും ഇവിടെ ഉണ്ടാകുമ്പോ രക്തം ചിന്തുന്ന കൊലയാളികളായ മനുഷ്യരെ എന്തിനാണ് അല്ലാഹ് നീ സൃഷ്ടിക്കുന്നത്? അല്ലാഹുവിനറിയാം മനുഷ്യന്മാര് കൊലയാളികളാണെന്ന്, അല്ലാഹുവിനറിയാം മനുഷ്യന്മാര് ഫിത്നക്കാരാണെന്ന്. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് സദാസമയം ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ആരാധിക്കാൻ തന്നെയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ ആരാധിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ നമ്മുടെ ആവശ്യമുണ്ടോ? മലക്കുകൾ തന്നെ പോരായിരുന്നില്ലേ? അല്ലാഹുവിനെ ആരാധന മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ നമ്മൾ ആവശ്യമുണ്ടോ? മലക്കുകൾ തന്നെ പോരായിരുന്നില്ലേ? ഒരു സമയത്ത് പോലും മിണ്ടാതിരിക്കാത്ത, സദാസമയവും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന, സ്തുതി ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ മാലാഖമാരുണ്ടാകുമ്പോ എന്തിനാണ് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്? അല്ലാഹു മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള കാരണം അടുത്ത ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല ഞാൻ എന്തിനാ സൃഷ്ടിക്കുന്നത് എന്ന്, അതെനിക്കറിയാമെന്ന് പറഞ്ഞ് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, അവിടെ തന്നെ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമു നൽകി എന്നാ പറയുന്നത്. എന്തേ മലക്കുകൾക്ക് ഇൽമില്ലാഞ്ഞിട്ടാണോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇൽമില്ലാഞ്ഞിട്ടാണോ? ഇബ്ലീസാണല്ലോ അന്നത്തെ വലിയ ഉസ്താദ്, ഇബ്ലീസ് ആയിരുന്നില്ലേ? പിന്നെന്തിനാ അല്ലാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് ഇൽമു നൽകി. അവിടെയുള്ള എല്ലാ പേരുകളുടെ നാമങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അറലഹും അലൽ മലായിക, ആലിമായ ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ ആബിദീങ്ങളായ മലക്കുകളുടെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആബിദീങ്ങളായ മലക്കുകളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അംബിഊനി ബിഅസ്മാഇ ഹൗലാ, ഇതിന്റെ പേരെന്താ? മലക്കുകൾ പറഞ്ഞു അറിയില്ല റബ്ബേ. ഇതിന്റെ പേരെന്താ? മലക്കുകൾ പറഞ്ഞു അറിയില്ല. എന്നാൽ ഇതിന്റെ പേരെന്താ? ഒരു വസ്തുവിന്റെ പേര് പോലും മലക്കുകൾക്ക് അറിയുന്നില്ല. മലക്കുകൾ പറഞ്ഞു, ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അല്ലാഹുവേ നിന്നെ വാഴ്ത്താനല്ലാതെ ഇതിന്റെ പേരുകളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ റബ്ബേ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് അറിയുന്നവൻ, നീയാണ് ആലിം,
നീയാണ് ഹക്കീം എന്ന് മലക്കുകൾ പറഞ്ഞു. അപ്പൊ മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഖാല യാ ആദം, ആദം എന്നവരെ അംബിഉഹും ബിഅസ്മാഇഹിം, അവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഇതിന്റെ നാമങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കൂ. എന്തേ അല്ലാഹുവിന് മലക്കുകൾക്ക് തന്നെ ഇൽമ പഠിപ്പിച്ചാ പോരായിരുന്നില്ലേ? മലക്കുകൾക്ക് തന്നെ പേര് പഠിപ്പിച്ചാ പോരായിരുന്നില്ലേ? അപ്പൊ മലക്കുകൾ കൊണ്ടുള്ള ഉദ്ദേശമല്ല അല്ലാഹു മനുഷ്യരെ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്താണോ മലക്ക് ചെയ്യുന്നത് അത് ചെയ്യാനല്ല അല്ലാഹു മനുഷ്യരോട് പറഞ്ഞത്. മലക്കുകൾ ചെയ്യുന്നത് മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർ തന്നെ കണ്ടമാനമുണ്ട്. അവർ തന്നെ ഓരോ ഇലകൾക്ക് താഴെയും മലക്കുകളുണ്ട് എന്ന് ഹദീസില്ലേ? നമ്മുടെ കുറ്റിച്ചെടികൾ, നമ്മുടെ താഴെയുള്ള കുറ്റിച്ചെടികളുടെ ഓരോ ഇലകളുടെ താഴെ വരെ മലക്കുകളുണ്ട് എന്ന് ഹദീസുകളുണ്ട്. അല്ലാഹുവിന്റെ ജുനൂദ്, അല്ലാഹുവിന്റെ പട്ടാളക്കാരെ, ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു, അല്ലാഹുവിനല്ലാതെ അതിന്റെ എണ്ണം അറിയില്ല. അല്ലാഹുവിനല്ലാതെ അതിന്റെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ, അത്രത്തോളം മലക്കുകളുണ്ട്. എന്ന ആകാശത്തെ സൃഷ്ടിച്ചത് മുതൽ കഅബയുടെ മുകളിലുള്ള ബൈത്തുൽ മഅമൂറിലേക്ക് ദിവസവും 70,000 മലക്കുകൾ കയറുന്നുണ്ട് എന്നാണ്. ഒരു തവണ കയറിയവർ രണ്ടാമത്തെ തവണ കയറുന്നില്ല. ഇന്ന് വരെ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം ആർക്കാ തിട്ടപ്പെടുത്താൻ കഴിയുക? ഇത്രത്തോളം മലക്കുകൾ ഉണ്ടായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം ചെയ്യാനല്ല അല്ലാഹു നമ്മെ പറഞ്ഞയച്ചത്. അല്ലാഹു പറഞ്ഞു, യാ ആദം, ആദം എന്നവരെ അംബിഉഹും ബിഅസ്മാഇഹിം, അവർക്ക് അവരുടെ പേരുകൾ പറഞ്ഞു കൊടുക്കൂ. ആദം നബിയെ ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം, അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ആദം നബി അലൈഹിസ്സലാം ഓരോ വസ്തുവിന്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോ, അല്ലാഹു തആലയുടെ മുമ്പിൽ വെച്ച് പേരിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ? ഏതായാലും സ്ഥിരമായി ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളോടല്ല എന്താ പറഞ്ഞത്? ആലിമായ ഈ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാ പറഞ്ഞത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യാനാ പറഞ്ഞത്. ആദമിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ, ആദമിന്റെ മുമ്പിൽ തലകുത്താനാ അല്ലാഹു അവരോട് പറഞ്ഞത്. ആബിദീങ്ങളായ മലക്കുകളോട് ഒരു ആലിമായ ഒരു മനുഷ്യന്റെ മുമ്പിൽ തലകുത്താൻ അല്ലാഹു പറഞ്ഞു, സാഷ്ടാംഗം ചെയ്യാൻ അല്ലാഹു പറഞ്ഞു. അഹങ്കാരമില്ലാത്ത മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തപ്പോൾ അവരിൽ ഒരാളെ മാറി നിന്നുള്ളൂ. അയാളാണ് ഇബ്ലീസ്. അയാളാണ് അല്ലാഹുവിന്റെ ശാപം കൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കപ്പെട്ട ലഈനായ മൽഊനായ ഇബ്ലീസ്. അയാളാണ്. അയാളും ഒരു ആലിമായിരുന്നു. പക്ഷേ മഹാനായ ആദം നബിയോളം വന്നില്ല. സംശുദ്ധമായ മനസ്സുണ്ടായില്ല, സത്യസന്ധമായ ഖൽബുണ്ടായില്ല. അസൂയയുള്ള ഖൽബായതുകൊണ്ട് തന്നെ അല്ലാഹു തആല അയാളെ പിടിച്ചു പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളായാൽ മാത്രം പോരാ, സത്യസന്ധമായ ഖൽബും നമ്മൾക്കുണ്ടാവണം. അസൂയയില്ലാത്ത ഖൽബുണ്ടാവണം, പാരയില്ലാത്ത ഖൽബുണ്ടാകണം. ഭിന്നിപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ ഭിന്നിപ്പിക്കുന്നവരാവാൻ പാടില്ല, നമ്മൾ കത്രികകളാവാൻ പാടില്ല. രണ്ട് ശീലയെ അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ പോയി ശീലകളെ മുറിച്ചു മാറ്റുന്ന കത്രികകളെ പോലെ, നാടകളെ മുറിച്ചു മാറ്റുന്ന കത്രികകളെ പോലെ, പേപ്പറുകളെ മുറിച്ചു മാറ്റുന്ന കത്രികകളെ പോലെ മനുഷ്യന്മാരുടെ ഐക്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന കത്രികകളായി ഭിന്നിപ്പിക്കുന്ന പദാർത്ഥമായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളായ പണ്ഡിതന്മാരായ ആളുകൾ മാറാൻ പാടില്ല. പിന്നെ എന്താണ് നമ്മൾ ആവേണ്ടത്? സൂചികളായി മാറാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. എവിടെയൊക്കെ വിള്ളലുകളുണ്ടോ, എവിടെയൊക്കെ കീറലുകളുണ്ടോ അവിടെ പോയി സൂചിയുമായി പോയി ചെന്നിട്ട് കീറലുകളെല്ലാം മാറ്റി തുന്നിച്ചേർത്ത് അതിനെ ഒട്ടിപ്പിടിച്ചു നിർത്തുന്ന, ഭിന്നിച്ചു നിൽക്കുന്ന ആളുകളെ, മാറി നിൽക്കുന്ന ആളുകളെ, തെറിച്ചു നിൽക്കുന്ന ആളുകളെ, ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരൊറ്റ ഒരു സമുദായമായി, ഒരൊറ്റ ഒരു ജനതയായി, ഒരൊറ്റ ഒരു സൊസൈറ്റിയായി ലോക ജനതയുടെ മുമ്പിൽ കൊണ്ടുവരാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് 612
എങ്ങോട്ട് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 622 എങ്ങോട്ട് പോകുന്നത്? മദീനയിലേക്ക് പോകുന്നത്. അവിടെ പോയി ആദ്യം ചെയ്തത്, ഭിന്നിച്ചു നിൽക്കുന്ന വർഷങ്ങളോളം 40 വർഷത്തോളം ഒക്കെ പിണങ്ങി നിൽക്കുന്ന രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐക്യമുണ്ടാക്കുകയാ ചെയ്തത്. ആ പണിയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ എടുക്കേണ്ടത്. അതല്ലാതെ ആലിമീങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല.